പ്രഭാഷണം 4. ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണം. 1893 സെപ്റ്റംബർ 26. നിങ്ങൾ കേട്ടതുപോലെ ഞാനൊരു ബൗദ്ധനല്ല, എങ്കിലും അതേതാനും. ചൈനയോ ജപ്പാനോ സിലോണോ ആ മഹാഗുരുവിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കുന്നെങ്കിൽ ഭാരതം അവിടുത്തെ ഈശ്വര അവതാരമായി ആരാധിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടല്ലോ, ഞാൻ ബുദ്ധമതത്തെ വിമർശിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഇത്രമാത്രമേ അർത്ഥമാക്കേണ്ടൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശ്വര അവതാരമെന്ന് ഞാൻ ആരാധിക്കുന്ന അവിടുത്തെ വിമർശിക്കുക എന്നത് എന്നിൽ നിന്ന് വിദൂരമായിരിക്കട്ടെ. ഞങ്ങൾക്ക് ബുദ്ധനെക്കുറിച്ചുള്ള അഭിപ്രായം അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഹിന്ദുമതം കൊണ്ട് വൈദിക മതമാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ബുദ്ധമതമെന്ന് ഇന്ന് പറയപ്പെടുന്നതും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ജൂതമതവും ക്രിസ്തുമതവും തമ്മിലുള്ളത് തന്നെയാണ്. യേശുക്രിസ്തു ഒരു ജൂതനായിരുന്നു. ശാക്യമുനി ഒരു ഹിന്ദുവുമായിരുന്നു. ജൂതന്മാർ ക്രിസ്തുവിനെ തിരസ്കരിച്ചു, അല്ല ക്രൂശിച്ചു. ഹിന്ദുക്കൾ ശാക്യമുനിയെ സ്വീകരിച്ചിരിക്കുന്നു, ഈശ്വരനെന്ന് ആരാധിക്കുകയും ചെയ്യുന്നു. ആധുനിക ബുദ്ധമതവും ബുദ്ധഭഗവാന്റെ ഉപദേശങ്ങളെന്ന് നാം ധരിച്ചിരിക്കേണ്ടതും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ഞങ്ങൾ ഹിന്ദുക്കൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമായി ഇതിലാണ്. ശാക്യമുനി വന്നത് പുതിയതൊന്നും പഠിപ്പിക്കാനല്ല. ക്രിസ്തുവെ പോലെ അവിടുന്നും വന്നത് പൂർത്തീകരിക്കാനാണ്, സംഹരിക്കാനല്ല. ഒന്നുണ്ട്, യേശുവിൻ്റെ കാര്യത്തിൽ പഴയ ആളുകളാണ്, ജൂതന്മാരാണ് അവിടുത്തെ മനസ്സിലാക്കാഞ്ഞത്. ബുദ്ധന്റെ കാര്യത്തിലാകട്ടെ അവിടുത്തെ സ്വന്തം അനുയായികളാണ് അവിടുത്തെ ഉപദേശങ്ങളുടെ അർത്ഥം ധരിക്കാഞ്ഞത്. ജൂതൻ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം മനസ്സിലാക്കാഞ്ഞതുപോലെ ബൗദ്ധൻ ഹിന്ദുമത സത്യങ്ങളുടെ പൂർത്തീകരണം മനസ്സിലാക്കിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, ശാക്യമുനി വന്നത് സംഹരിക്കാനല്ല, അവിടുന്ന് ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണമായിരുന്നു. അതിൻ്റെ ന്യായമായ നിഗമനം, ന്യായമായ വികാസം. ഹിന്ദുമതത്തിന് 2 ഭാഗങ്ങളുണ്ട്, കാർമ്മികവും ആത്മികവും. ആത്മിക ഭാഗം സന്യാസിമാർ വിശേഷാൽ പഠിക്കുന്നു. അതിൽ ജാതിയില്ല. ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവനും എത്രയും താഴ്ന്ന ജാതിയിലുള്ളവനും സന്യസിക്കാം. അപ്പോൾ 2 ജാതിയും സമമായിത്തീരുന്നു. മതത്തിൽ ജാതിയില്ല. ജാതി ഒരു സാമുദായിക വ്യവസ്ഥ മാത്രമാണ്. ശാക്യമുനി തന്നെ ഒരു സന്യാസിയായിരുന്നു. ഒളിഞ്ഞുകിടന്ന വേദങ്ങളിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ലോകമൊട്ടുക്ക് വീശി വിതരണം ചെയ്യാനുള്ള ഹൃദയവിശാലത അവിടേക്കുണ്ടായിരുന്നു എന്നതാണ് അവിടുത്തെ മഹിമ. മതപ്രചാരണം ലോകത്തിലാദ്യം പ്രയോഗത്തിൽ കൊണ്ടുവന്നയാൾ അവിടുന്നാണ്. പോരാ, മതം മാറ്റമെന്ന ആശയം വിഭാവന ചെയ്ത ആദ്യത്തെ ആൾ അവിടുന്നാണ്. ആ പരമഗുരുവിൻ്റെ മഹാമഹിമ കുടികൊള്ളുന്നത് എല്ലാവരിലും, വിശേഷിച്ച് അറിവില്ലാത്തവരിലും പാവങ്ങളിലും അവിടേക്കുള്ള അനുകമ്പയിലാണ്. അവിടുത്തെ ശിഷ്യരിൽ ചിലർ ബ്രാഹ്മണരായിരുന്നു. ബുദ്ധൻ ഉപദേശിക്കും കാലത്ത് സംസ്കൃതം ഭാരതത്തിൽ വായ്മൊഴിയല്ലായിരുന്നു. അന്ന് അത് പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധന്റെ ചില ബ്രാഹ്മണ ശിഷ്യർക്ക് അവിടുത്തെ ഉപദേശങ്ങൾ സംസ്കൃതത്തിലേക്ക് ഭാഷാന്തരം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് അവരോട് തുറന്നു പറഞ്ഞു, ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജനങ്ങളുടെ ഭാഷയിൽ പറയട്ടെ. അതുകൊണ്ട് ഇന്നോളം അവിടുത്തെ ഉപദേശങ്ങളിൽ ഏറിയ ഭാഗവും അന്നത്തെ ഭാരതത്തിലെ വായ്മൊഴിയിലാണ്, അതായത് പാലിയിൽ. തത്വജ്ഞാനത്തിൻ്റെ നില എന്തുമാകട്ടെ, പരതത്വവാദത്തിൻ്റെ നില എന്തുമാകട്ടെ, മരണമെന്നൊരു സംഗതി ലോകത്തിൽ ഉള്ളിടത്തോളം കാലം, മനുഷ്യഹൃദയത്തിൽ ദൗർബല്യമെന്നൊരു സംഗതി ഉള്ളിടത്തോളം കാലം, തൻ്റെ ദൗർബല്യം കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കരച്ചിൽ ഉള്ളിടത്തോളം കാലം ഈശ്വരനിൽ വിശ്വാസമുണ്ടായിരിക്കുക തന്നെ ചെയ്യും. തത്വജ്ഞാനത്തിൻ്റെ വശത്ത് ആ മഹാഗുരുവിൻ്റെ ശിഷ്യന്മാർ വേദങ്ങളാകുന്ന ശാശ്വത ശിലകളിൽ തന്നെത്താൻ ചെന്നടിച്ചു. അവയെ തകർക്കാനോ കഴിഞ്ഞില്ല. മറുവശത്ത് ഏവരും, ആണാകട്ടെ പെണ്ണാകട്ടെ, സപ്രേമം സമാശ്രയിച്ചിരുന്ന ശാശ്വത ഈശ്വരനെ അവർ ജനതയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതിൻ്റെ ഫലം ഭാരതത്തിൽ ബുദ്ധമതത്തിന് പ്രകൃത്യാ തന്നെ അങ്ങ് മരിക്കേണ്ടി വന്നു. ഇന്ന് ഭാരതത്തിൽ ബുദ്ധമതത്തിൻ്റെ ജന്മഭൂമിയിൽ തന്നെത്താൻ ബൗദ്ധനെന്ന് വിളിക്കുന്ന ഒരാളുമില്ല. അതേസമയം ബ്രാഹ്മണ മതത്തിനും ചിലത് നഷ്ടപ്പെട്ടു. ആ പരിഷ്കരണ ഉത്സാഹവും ഏവരോടുമുള്ള ആ അത്ഭുതമായ അനുകമ്പയും ഔദാര്യവും
ബഹുജനങ്ങളിലേക്ക് ബുദ്ധമതം ആവാഹിച്ച ആ അദ്ഭുത നവജീവനും, ആ നവജീവനാണല്ലോ അന്നത്തെ ഭാരതത്തെക്കുറിച്ച് എഴുതിയ ഒരു ഗ്രീക്ക് ചരിത്രകാരനെ കൊണ്ട് ഒരു ഹിന്ദുവും കളവ് പറയുന്നതായ അറിവില്ല, ഒരു ഹിന്ദു വനിതയെങ്കിലും അസതിയെന്നും അറിവില്ല എന്ന് പറയിക്കാൻ മാത്രം ഭാരതീയ സമുദായത്തെ മഹത്താക്കിയത്. ഹിന്ദുമതത്തിന് ബുദ്ധമതം കൂടാതെ ജീവിക്കാനാവില്ല, ബുദ്ധമതത്തിന് ഹിന്ദുമതത്തെ കൂടാതെയും. അപ്പോൾ ശരിക്ക് ധരിക്കൂ, ഈ വേർപിരിയൽ ഞങ്ങൾക്ക് എന്ത് കാണിച്ചു തരുന്നെന്ന്. ബൗദ്ധന്മാർക്ക് ബ്രാഹ്മണരുടെ തലച്ചോറും തത്വജ്ഞാനവുമില്ലാതെ നിലയില്ല, ബ്രാഹ്മണന് ബൗദ്ധൻ്റെ ഹൃദയം കൂടാതെയും. ബൗദ്ധരും ബ്രാഹ്മണരും തമ്മിലുള്ള ഈ വേർപാടാണ് ഭാരതത്തിൻ്റെ അധപ്പതനത്തിന് കാരണം. അതുകൊണ്ടാണ് ഭാരതം 30 കോടി പിച്ചക്കാരുടെ പാർപ്പിടമായിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 1000 കൊല്ലമായി ഭാരതം അക്രമികളുടെ അടിമയായി കഴിയുന്നതും. നമുക്കിനി ബ്രാഹ്മണന്റെ അത്ഭുത മേധാശക്തിയെ ആ പരമഗുരുവിൻ്റെ ഹൃദയത്തോടും മഹാമനസ്സിനോടും അത്ഭുതമായ മാനവീകരണ ശക്തിയോടും യോജിപ്പിക്കാം.